Hi friends, welcome to my channel. ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു വെറൈറ്റി ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള മെഴുകുതിരി കൊണ്ടുള്ള ഫ്ലവർ മേക്കിംഗ്. സത്യം പറഞ്ഞാൽ ഈ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ഈ വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്ന ആ ഒരു മെത്തേഡൊന്നുമല്ല. അങ്ങനെ അത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പൂവ് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഈ പൂവ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന മെഴുകുതിരിയാണ്. നമ്മൾ സാധാരണ മെഴുകുതിരിയില്ലേ, വില കുറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു മെഴുകുതിരിയാണ്. ഇത് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്തിട്ടാണ് അത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ മെഴുകുതിരി നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഉരുക്കിയെടുക്കുന്നത്. ഈ മെഴുകുതിരി ഉരുക്കിയെടുക്കാൻ നമ്മൾ ഏറ്റവും പഴയ പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അലൂമിനിയം പാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എന്തെങ്കിലും നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ മെഴുകുതിരിയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഉണങ്ങിയ കമ്പാണ്. ചെടിയൊക്കെ ഉണങ്ങിയിട്ടുള്ള കമ്പ് ഉണ്ടാവില്ല, അതിൻ്റെ ഒരു കമ്പ് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് ഐസൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് നല്ല തണുത്ത വെള്ളം വേണം. മെഴുകുതിരി ഉരുകിയതിന് ശേഷം നമ്മൾ ആ പാത്രം മാറ്റാൻ പറ്റില്ല. കാരണം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഈ പാത്രം വെക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ടായി പോവും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 3 വിരൽ നമ്മൾ നന്നായിട്ട് ആ തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പിന്നെ നമ്മൾ ആ മെഴുകുതിരി ഉരുക്കില്ലേ അതിലൊന്ന് മുക്കിയിട്ട് നേരെ ആ കമ്പിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് മെല്ലെ വിരലൊന്ന് വിട്ടു കൊടുത്താൽ മതി. അപ്പോൾ ആ കറക്റ്റ് ഫ്ലവർ റെഡി ആയിക്കോളും. ഇങ്ങനെ നമ്മൾ വിരൽ നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ആ മെഴുകുതിരി ഉരുക്കിയിട്ടുള്ള ആ വെള്ളത്തിൽ മുക്കുക. പിന്നെ നമുക്ക് എവിടെയാണോ ആ ഫ്ലവർ ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചെടുത്താൽ മതി. മെഴുകുതിരി ഉരുക്കിയതായതുകൊണ്ട് ചൂടുണ്ടാവുമെന്നൊന്ന് വിചാരിക്കേണ്ട, ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യൂല. കാരണം നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ആ വിരൽ മുക്കിയിട്ട് കൈ ഒന്ന് തണുപ്പിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് പെട്ടെന്ന് ആ ചൂട് ഫീൽ ചെയ്യൂല. നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മുക്കുക. പിന്നെ നേരെ ആ 3 വിരൽ എവിടെയാണോ നമ്മൾ തണുത്ത വെള്ളത്തിലാക്കിയത് നേരെ ആ മെഴുകുതിരിയിലൊന്ന് ഡിപ്പ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ വാക്സ് ഒന്ന് കട്ടാവുന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ കമ്പിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മളുടെ വിരലിൽ അതൊന്ന് പിടിച്ചിട്ട് പിന്നെ നമുക്കത് കറക്റ്റ് ഇങ്ങോട്ട് വിട്ട് കിട്ടൂല. ആ കമ്പിൽ പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ മെല്ലെ ഒന്ന് വിട്ടു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ വിരലൊന്ന് പുറത്തേക്ക് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഫ്ലവർ റെഡി ആയിക്കോളും. ഞാൻ കുറച്ച് ഫ്ലവർ ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് എന്നെ കാറ്റൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് അത് കട്ടയായിപ്പോയി. ആ താഴെയുള്ള വെള്ളം ചൂടാറുമല്ലോ, അപ്പോൾ അത് കട്ടയായിപ്പോയി. അത് വീണ്ടും ഒന്നും കൂടെ ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി കുറച്ച് കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ആഡ് ചെയ്യാണ്. കളറിന് പകരമായിട്ട് ഞാൻ വാക്സ് ക്രയോൺ ആണ് യൂസ് ചെയ്യുന്നത്. ക്രയോൺ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഡബിൾ ബോയിലിംഗ് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് കളർ ആയിക്കോളും. നമ്മളിൽ കളറുള്ള മെഴുകുതിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്തിട്ട് നോക്കി, പക്ഷേ കളറ് വരുന്നില്ല. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളർ കിട്ടിയില്ല. ഇനി നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വിരൽ നന്നായിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയതിൻ്റെ ശേഷം നമ്മൾ ആ മെഴുകുതിരി ഉരുക്കില്ലേ അതിൽ മുക്കിയിട്ട് നമുക്ക് ഫ്ലവർ വേണ്ട സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ വൈറ്റ് ചെയ്തതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡ് കിട്ടി. നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം ചെയ്ത സമയത്ത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. പിന്നെ ഒരു 3-4 ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിരലിങ്ങനെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇനി അഥവാ പെട്ടെന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, നമ്മളത് വീണ്ടും ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് യെല്ലോ ക്രയോൺ ഇട്ടിട്ട് കുറച്ച് യെല്ലോ കളറും കൂടെ പൂവ് ചെയ്തെടുക്കുകയാണ്. ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചിത് ബാക്കിയായിട്ടുണ്ടായിരുന്നു. ഞാനത് ഒരു പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ക്യാൻഡിലാക്കി എടുക്കുകയാണ്.
ആദ്യം ആ യെല്ലോ കളർ ഞാൻ പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചു. അതൊന്ന് തണുത്ത് സെറ്റായതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ള റെഡും കൂടെ ഒഴിക്കുകയാണ്. നമ്മൾ ഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്ലൂ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ലൈറ്റ് പിങ്ക്, യെല്ലോ ഒക്കെ ചെയ്തെടുത്തു. ചിലത് അതുപോലെ തന്നെ രണ്ടട്ടിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം ചെയ്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും ചെറുതായിട്ടൊന്നുള്ള ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അങ്ങനെ ചെയ്തിട്ടും. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താണ്. ഇതൊരു 2-3 എണ്ണാക്കി ചെയ്തെടുത്തപ്പോൾ നല്ലൊരു റോസ് പൂ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡബിൾ കളറായിട്ട് ചെയ്തെടുത്താണ്. അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് കുറച്ച് വലിയ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. 5 വിരലും കൂടെ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ ഫ്ലവറായിട്ട് കിട്ടും. ഇങ്ങനെ 2-3 കളറ് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 2-3 തവണ ആയിട്ട് ഇങ്ങനെ അട്ടിയായി ചെയ്യുമ്പോൾ നല്ലൊരു വലിയൊരു ഫ്ലവറായിട്ട് കിട്ടും. നമ്മൾ ഉരുക്കിയ ബാക്കിയുള്ള മെഴുകുതിരി കൊണ്ട് ഒരു പേപ്പർ കപ്പിൽ വെച്ചിട്ട് നല്ലൊരു മെഴുകുതിരി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന ബോട്ടിൽ ആർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. പല കളേഴ്സൊക്കെ ചെയ്ത് എടുത്താൽ നല്ല രസമുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.